ഇന്ത്യയിൽ നിർമ്മിച്ച ബാറ്ററി സെല്ലുകൾ ഉപയോഗിക്കുന്ന ആദ്യ ഓട്ടോമൊബൈൽ കമ്പനിയായി മാറാൻ തയ്യാറെടുക്കുകയാണ് ഹ്യുണ്ടായി മോട്ടോഴ്സ് ഇന്ത്യ ലിമിറ്റഡ്. ഹ്യുണ്ടായി മോട്ടോഴ്സ് കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ 0.6% ഇടിഞ്ഞ് 1785 ക്ലോസിംഗ് നൽകി. 1.46 ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ 52 വീക്ക് ഹൈ 1970. മാർക്കറ്റിൽ ലിസ്റ്റഡ് ആയതിനു ശേഷം സ്റ്റോക്ക് ഉയർന്ന അല്ലെങ്കിൽ സ്റ്റോക്കിൻ്റെ ഓൾ ടൈം ഹൈ ലെവലിനെ സ്റ്റോക്ക് ഇതുവരെയും അച്ചീവ് ചെയ്തിട്ടുമില്ല. ഓൾ ടൈം ഹൈയിൽ നിന്നും ചെറിയൊരു ഡിസ്കൗണ്ടിൽ സ്റ്റോക്ക് ലഭ്യമാണ്. മാർക്കറ്റിൽ ലിസ്റ്റഡ് ആയതിനു ശേഷം ഇതുവരെ 2% നെഗറ്റീവ് റിട്ടേണാണ് ഹ്യുണ്ടായി മോട്ടോഴ്സ് നൽകിയത്. ഇന്ത്യയിൽ നിർമ്മിക്കുന്ന ബാറ്ററി ഉപയോഗിക്കുന്ന ആദ്യ ഓട്ടോമൊബൈൽ കമ്പനിയായി മാറുന്നതിന് വേണ്ടി ഹ്യുണ്ടായി മോട്ടോഴ്സ് എക്സൈഡ് എനർജി സൊല്യൂഷനുമായി ചേർന്ന് ഒരു ടേം ഷീറ്റിലും പാർട്ണർഷിപ്പ് പ്രോഗ്രാമിലും ഒപ്പുവെച്ചിട്ടുണ്ട്. ഇതുവഴി ഹ്യുണ്ടായി മോട്ടോഴ്സിൻ്റെ തന്നെ ഒരു സഹോദര കമ്പനിയായ കിയ മോട്ടോഴ്സിനും ആവശ്യമായിട്ടുള്ള ബാറ്ററി സെല്ലുകൾ ഇനി എക്സൈഡ് ഇൻഡസ്ട്രീസ് ആയിരിക്കും നിർമ്മിച്ചു നൽകുക. ഈ ന്യൂസ് എക്സൈഡ് ഇൻഡസ്ട്രീസിനെ സംബന്ധിച്ചിടത്തോളമുള്ള പോസിറ്റീവ് അപ്ഡേറ്റ് തന്നെയാണ്. ഹ്യുണ്ടായി കിയ എക്സൈഡ് പാർട്ട്ണർഷിപ്പ് ലിഥിയം അയോൺ ഫോസ്ഫേറ്റ് സെല്ലുകളായിരിക്കും നിർമ്മിക്കുക. സാധാരണ ലിഥിയം അയോൺ ബാറ്ററിയിൽ 1000 മുതൽ 2300 ചാർജിംഗ് സൈക്കിളുകളാണ് ഉള്ളതെങ്കിൽ ലിഥിയം അയൺ ഫോസ്ഫേറ്റ് സെല്ലിൽ 10,000-ലധികം ചാർജിംഗ് സെല്ലുകളാണ് ഉള്ളത്. ഇത് എക്സൈഡ് ഇൻഡസ്ട്രീസിനെ സംബന്ധിച്ചിടത്തോളവും ഹ്യുണ്ടായി മോട്ടോഴ്സിനെ സംബന്ധിച്ചിടത്തോളവുമുള്ള പോസിറ്റീവ് അപ്ഡേറ്റാണ്. ഈ പോസിറ്റീവ് അപ്ഡേറ്റിന് ഉപരി ടെക്നിക്കലി സ്റ്റോക്ക് വളരെ അട്രാക്റ്റീവ് ലെവലിൽ ലഭിക്കുന്നു. സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം 1750, 1725 തുടങ്ങിയ ലെവലുകൾ ഒരു പ്രധാന സപ്പോർട്ടാണ്. മുമ്പ് സ്റ്റോക്ക് 1750 എത്തിയതിനു ശേഷം അവിടെ നിന്നും ഹയർ സൈഡിലേക്ക് നീങ്ങുകയും ഏകദേശം 1950 വരെ നീങ്ങുകയും ചെയ്തു. വീണ്ടും സ്റ്റോക്ക് അതിൻ്റെ സപ്പോർട്ട് സോണിലേക്ക് എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് സപ്പോർട്ട് സോണിൽ സ്റ്റോക്കിനെ അക്യുമുലേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഹ്യുണ്ടായി മോട്ടോഴ്സ് എന്ന സ്റ്റോക്കിനെ പരിഗണിക്കാം. രണ്ടാമത്തെ അപ്ഡേറ്റ് മസഗോൺ ഡോക്ക് ഷിപ്പ് ബിൽഡർ ലിമിറ്റഡുമായി ബന്ധപ്പെട്ടത്. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ 1% ഇടിഞ്ഞെങ്കിലും 5000 എന്ന റെസിസ്റ്റൻസിന് മുകളിൽ സ്റ്റോക്ക് സസ്റ്റെയിൻ ചെയ്യുന്നുണ്ട്. 1.02 ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 39, ഡിവിഡൻഡ് yield 0.7%, 52 വീക്കിലോ 1795. മസഗോൺ ഡോക്ക് ഷിപ്പ് ബിൽഡറുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്ന ഏറ്റവും പ്രധാന അപ്ഡേറ്റ്, ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന് വേണ്ടി 14 ഫാസ്റ്റ് പെട്രോൾ വെസലുകൾ നിർമ്മിക്കുന്നതിന് വേണ്ടി മസഗോൺ ഡോക്ക് എന്ന കമ്പനിക്ക് 1070 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചിരുന്നു. ഇവിടെ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന് വേണ്ടിയുള്ള ഫാസ്റ്റ് പെട്രോൾ വെസലുകളുടെ നിർമ്മാണം മസഗോൺ ഡോക്ക് ആരംഭിച്ചു എന്നുള്ളതാണ് സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന ഒരു പ്രധാന അപ്ഡേറ്റ്. ഇതോടൊപ്പം തന്നെ നെക്സ്റ്റ് ജനറേഷൻ ഓഫ് ഷോർ പെട്രോൾ വെസലുകൾ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന് വേണ്ടി നിർമ്മിക്കുന്നതിന് വേണ്ടി 1064 കോടി രൂപയുടെ മറ്റൊരു ഓർഡർ കൂടി കമ്പനിക്ക് ലഭിച്ചിട്ടുണ്ട്. വാട്ടർ ജെറ്റ് പ്രൊപ്പൽഷൻ സിസ്റ്റം, ഹൈ സ്പീഡ് ഡീസൽ എഞ്ചിൻ, കമ്മ്യൂണിക്കേഷൻ ലിങ്ക്, കോസ്റ്റൽ കൺവേ, ലോജിസ്റ്റിക് സപ്പോർട്ട്, മെഡിക്കൽ ഇവാക്വേഷൻ തുടങ്ങിയ അഡ്വാൻസ്ഡ് ഫെസിലിറ്റീസ് ഉള്ള പെട്രോൾ വെസലുകളായിരിക്കും കോസ്റ്റ് ഗാർഡിന് വേണ്ടി മസഗോൺ ഡോക്ക് ഷിപ്പ് യാർഡ് ലിമിറ്റഡ് എന്ന കമ്പനി ഡിസൈൻ ചെയ്യുക. മസഗോൺ ഡോക്ക് ഷിപ്പ് യാർഡ് എന്ന സ്റ്റോക്കിന് സ്ട്രോങ് ഓർഡർ പൈപ്പ്ലൈനിൻ്റെ പശ്ചാത്തലത്തിലും നമ്മൾക്ക് ശ്രദ്ധിക്കാവുന്നതാണ്. 2024 ഡിസംബർ അവസാനിക്കുന്നതിന് മുൻപ് കമ്പനിക്ക് 1.25 ട്രില്യൺ രൂപയുടെ ഒരു ഓർഡർ ഇന്ത്യൻ നേവിയുടെ സൈഡിൽ നിന്നും ലഭിക്കാൻ സാധ്യതയുണ്ടെന്നും പല റിപ്പോർട്ടുകളിലും പറയുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ കോർപ്പറേറ്റ് അനൗൺസ്മെൻറ്റ് പോയിൻ്റ് ഓഫ് വ്യൂവും സ്റ്റോക്ക് ശ്രദ്ധയാകർഷിക്കുകയാണ്. കമ്പനി സ്റ്റോക്ക് സ്പ്ലിറ്റ് പ്രഖ്യാപിച്ചിരുന്നു. ഡിസംബർ 27 കമ്പനിയുടെ സ്റ്റോക്ക് സ്പ്ലിറ്റിൻ്റെ റെക്കോർഡ് ഡേറ്റ്. അതിനു മുൻപ് സ്റ്റോക്ക് 5000 എന്ന ലെവൽ മറികടക്കുകയും ചെയ്തിട്ടുണ്ട്. $1.25 ട്രില്യൺ രൂപയുടെ ഒരു ഓർഡർ ഇന്ത്യൻ നേവിയുടെ സൈഡിൽ നിന്നും മസഗോൺ ഡോക്ക് എന്ന കമ്പനിക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട്. കൂടാതെ ഇന്ത്യൻ നേവിക്ക് വേണ്ടി സ്കോർപിയൻ സബ്മറൈനുകൾ മാനുഫാക്ചർ ചെയ്യുന്നതിന് 400 ബില്യൺ രൂപയുടെ ഡീലും ലഭിക്കാൻ സാധ്യതയുണ്ട്. ഇന്ത്യയിൽ സബ്മറൈനുകൾ നിർമ്മിക്കാൻ ശേഷിയുള്ള ഒരേ ഒരു ഷിപ്പിംഗ് കമ്പനിയും മസഗോൺ ഡോക്ക് ഷിപ്പ് ബിൽഡർ എന്ന കമ്പനിയാണ്. കൂടാതെ കമ്പനിക്ക് റീസെൻ്റ്ലി മഹാരാഷ്ട്ര സ്റ്റേറ്റ് പവർ ജനറേഷൻ കമ്പനിയിൽ നിന്നും 1.2 ബില്യൺ രൂപയുടെ ഒരു ഓർഡർ ലഭിക്കുകയും ചെയ്തു. 2025-26 ഫിനാൻഷ്യൽ ഇയറിൽ 10 മുതൽ 12% റവന്യൂ ഗ്രോത്ത് കമ്പനിയിൽ നിന്നും പ്രതീക്ഷിക്കുന്നു. കൂടാതെ കമ്പനി അതിൻ്റെ പ്രൊഡക്ഷൻ കപ്പാസിറ്റിയും ഹാൻഡ്ലിംഗ് കപ്പാസിറ്റിയും വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി $30 ബില്യൺ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുകയാണ്. ഇതിനുവേണ്ടി 37 ഏക്കർ ലാൻഡ് അക്വയർ ചെയ്ത് ലാൻഡ് ഡെവലപ്മെൻറ്റും കമ്പനി ആരംഭിച്ചിട്ടുണ്ട്. മസഗോൺ ഡോക്ക് എന്ന സ്റ്റോക്ക് ടെക്നിക്കലിയും വളരെ അട്രാക്റ്റീവ് ലെവലിലാണ്. മന്ത്ലി ക്യാൻഡിൽ പാറ്റേൺ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ 4000-നടുത്ത് സ്റ്റോക്കിന് സ്ട്രോങ് സപ്പോർട്ട് ലഭിക്കുകയും അവിടെ നിന്നും 5000 എന്ന ലെവലിനെ സ്റ്റോക്ക് മറികടക്കുകയും ചെയ്തു. 5350 മുകളിൽ സ്റ്റോക്കിലൊരു ബ്രേക്കൗട്ട് വരാൻ സാധ്യതയുണ്ട്.
വീക്കിലി ക്യാൻഡിൽ പാറ്റേൺ നമ്മൾ പരിശോധിച്ചാൽ 5800 ഒരു ഇമ്മീഡിയറ്റ് 5350, 5800 തുടങ്ങിയ ലെവലുകൾ പ്രധാന റെസിസ്റ്റൻസ് ആണ്. സ്റ്റോക്കിന് 4950, 5000 തുടങ്ങിയ ലെവലുകളിൽ സപ്പോർട്ട് ലഭിക്കാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് ബ്രേക്കൗട്ട് ട്രേഡിംഗ് പോയിന്റ് ഓഫ് വ്യൂവും അതുപോലെ തന്നെ റൗണ്ടിംഗ് ബോട്ടം രീതിയിലുള്ള ക്യാൻഡിൽ പാറ്റേൺ ഫോർമേഷൻ്റെ പശ്ചാത്തലത്തിലും മസഗോൺ ഡോക്ക് ഷിപ്പ് ബിൽഡർ എന്ന സ്റ്റോക്കിനെ വാച്ച് ലിസ്റ്റിൽ ഉൾപ്പെടുത്താം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്